അങ്കമാലി പുളിയനത്ത് ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുളിയനം മില്ലുംപടി ഭാഗത്ത് താമസിക്കുന്ന വെളിയത്ത് വീട്ടിൽ സനൽ, ഭാര്യ സുമി എന്നിവരാണ് മരിച്ചത്. സനലിനെ തൂങ്ങി മരിച്ച നിലയിലും സുമിയെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഗുരുതരമായി പൊള്ളലേറ്റ 2 കുട്ടികളെ എറണാകുളം മെഡിക്കൽ സെന്ററിൽ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ഞങ്ങള് കുട്ടികളുടെ നൊലോളി ഇട്ടിട്ട് അവിടെ നിന്ന് ഓടിച്ചെന്നേ. അപ്പൊ ചെല്ലുമ്പോ നന്നായിട്ട് തീ കത്തിക്കൊണ്ടിരിക്കുന്നു, പുക വരണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഓടിക്കൂടി എന്നിട്ട് വാതിലിടിച്ച് തുറന്നാണ് ആ കുട്ടികളെ ഞങ്ങളിങ്ങോട്ട് പുറത്തേക്ക് എടുത്തത്. അപ്പൊ ഇളയ കുട്ടി നന്നായിട്ട് പൊള്ളിയായിരുന്നു. നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കൊച്ചിന്റെ ഇങ്ങനെ തൊലി ഇങ്ങനെ അടർന്നു തുടങ്ങി. അങ്ങനെ എന്നിട്ട് സിജു കാറിൽ കയറ്റിക്കൊണ്ടുപോയി. ഇവര് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്നൊന്നും നമുക്കറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെയാണ് ഞങ്ങളിത് കണ്ട് കുട്ടികളുടെ നൊലോളി കേട്ടിട്ട് ഓടിച്ചെന്ന്. അങ്ങനെ അപ്പം തന്നെ സിജോന്റെ കാറിൽ അവർ ആശുപത്രിക്ക് കൊണ്ടുപോയി. അപ്പം നോക്കുമ്പോൾ ഇവര് സനൽ ഇവിടെ തൂങ്ങി നിൽക്കാണെന്ന് പറഞ്ഞു. അവള് ഞങ്ങൾ കാണാൻ പറ്റിയില്ല, തീ ആളിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ ഓസ് വെച്ച് ഇങ്ങനെ പമ്പ് അടിച്ച് വെള്ളം കുറേ തീ അണയ്ക്കാൻ നോക്കി, വെള്ളം ഒഴിച്ച്. അത് കഴിഞ്ഞപ്പോൾ ഇത് ഗ്യാസൊക്കെ ഇരിക്കാമല്ലോ, എന്നിട്ട് വേഗം ഫയർഫോഴ്സിനെ വിളിച്ചു, പോലീസ് വന്നു. പിന്നെ അപ്പം തുടങ്ങി ഞങ്ങൾ ഈ നേരം വരെ ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ സനൽ വീടിന്റെ ഉത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിലും സുമി കട്ടിലിൽ പൊള്ളലേറ്റ നിലയിലുമായിരുന്നു. രാത്രി 12 മണിയോടെ വീട്ടിൽ നിന്നും കുട്ടികളുടെ നിലവിളി കേട്ട അയൽവാസി ഓടിച്ചെന്ന് നോക്കിയപ്പോൾ വീട്ടിൽ നിന്നും തീ പടരുന്നതാണ് കണ്ടത്. ഗ്യാസ് സിലിണ്ടറിന്റെ പൈപ്പ് തുറന്നിട്ടാണ് തീ കൊളുത്തിയിരിക്കുന്നത്. സനലും സുമിയും തുറവൂരിൽ അക്ഷയ സേവന കേന്ദ്രം നടത്തിവരികയാണ്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം.